ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മള് കുംഭമേളയിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, 144 വർഷത്തില് ഒരിക്കൽ മാത്രം വരുന്ന വലിയൊരു ഭാഗ്യത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. എങ്ങനെ LMRKയുടെ കൂടെ എങ്ങനെ പാർട്ടായി വന്നു? LMRKയിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം 8 കൊല്ലമായി. ഞാൻ കുറച്ചൊരു സ്പിരിച്വലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സ്പിരിച്വൽ ഇൻക്ലിനേഷനുള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ LMRKയിലേക്ക് വന്നത് ബേസിക്കലി രജിജിയിലേക്ക് വന്നത് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. കാരണം LMRK എന്ന പ്രസ്ഥാനം, ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയൊരു പ്രസ്ഥാനമല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. രജിജിയിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം. പേഴ്സണലി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ അനുഭവങ്ങൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ മുരുകഭക്തനായിരുന്നു, പക്ഷേ രജിജിയെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആണ് കാണാൻ വരുന്നതും. ഒരു മുരുകഭക്തനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യം, അദ്ദേഹം പറയുന്നതിലുള്ള സത്യം വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നത്. പക്ഷേ അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ ജെന്യുവിനിറ്റി മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പവർ മനസ്സിലാക്കുന്നു. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരു ഫ്രണ്ടിനെ പോലെ കാണുമ്പോൾ, അതാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്. ഗുരുവാണെന്നോ ഒന്നും അദ്ദേഹം പറയണില്ലല്ലോ. ഒരു ഫ്രണ്ടിനെ പോലെ അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന, ഞാനൊരു പ്രൊഫഷണൽ സർജനാണ്, എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന പ്രൊഫഷണൽ പ്രശ്നങ്ങൾ, പേഴ്സണൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം അതിനോട് കാണിക്കുന്ന, വളരെ നാച്ചുറലായി കാണിക്കുന്ന, ഒരു ജ്യേഷ്ഠൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നതിലുപരി ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഫലം, ഞാൻ സ്പിരിച്വൽ ഇൻക്ലിനേഷൻ ഒരു 10-15 കൊല്ലമായിട്ട് ഈ ഒരു മാർഗ്ഗത്തിൽ കുറച്ചൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെ നമുക്ക് കിട്ടുന്ന ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടല്ല. അതൊരു മെറ്റീരിയലിസ്റ്റിക് കാര്യത്തിനാണെങ്കിൽ പോലും, നമുക്ക് വരുന്ന ചെറിയ അസുഖങ്ങളുടെ പേരിൽ, നമുക്ക് പ്രൊഫഷണലി വരുന്ന ചില അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ പേരിൽ, പേഴ്സണലി വേറെ നമ്മുടെ പ്രൊഫഷണലായിട്ട് ഫൈനാൻഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ മുമ്പിൽ അദ്ദേഹം വെക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ ആ പ്രാർത്ഥന വെക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. പക്ഷെ അവിടുന്ന് കിട്ടുന്ന റിസൾട്ട്, അത് നമുക്ക് പറയാൻ പറ്റാത്ത റിസൾട്ടാണ്. അതായത് പ്രകടമാണ്. അത് നമുക്ക് അത് അനുഭവിച്ച ആൾക്കല്ലേ അതിൻ്റെ ട്രൂത്ത് അറിയുള്ളൂ. നമുക്ക് ആ ട്രൂത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വേറൊരാളെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യേണ്ട കാര്യമാണ്. അത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ LMRK നിങ്ങൾക്ക് അറിയാം, സുഹൃത്തിനറിയാം, LMRKയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ 90% ആളുകളും ഈ പ്രസ്ഥാനത്തുമായിട്ട്, അല്ലെങ്കിൽ അതല്ല എൻ്റെ കാര്യം. അവർ വരുന്നത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. ഭഗവാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു, ഞാനങ്ങനെ രജിജിയോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളാണ്, വേറൊന്നുമില്ല. എൻ്റെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാലഘട്ടത്തിലെ ഡോക്ടറാണ്, നമ്മളെല്ലാം ആ ഒരു വ്യൂവിലാണ് കാണുക, എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഒരു സ്പിരിച്വൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ബാക്കിയുള്ളവരുന്ന് അതൊരു ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. സ്പിരിച്വാലിറ്റി എങ്ങനെ ആ ഒരു പ്രൊഫഷൻ്റെ രീതിക്ക് എങ്ങനെ ഒരു ഹെൽപ്പായി? അല്ല, ബേസിക്കലി സ്പിരിച്വാലിറ്റി, മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഇപ്പോൾ രജിജിയുടെ കൺസെപ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി സെറ്റിലായിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. മെറ്റീരിയലിസം ഒരു പോള്, സ്പിരിച്വാലിറ്റി പോള്. സ്പിരിച്വാലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മെറ്റീരിയലിസ്റ്റ് ആവാൻ പാടില്ല, പ്യുവർ മെറ്റീരിയലിസ്റ്റ് ആൾ ഒരിക്കലും സ്പിരിച്വലിസ്റ്റ് ആവില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഭഗവാൻ തന്നെയാണ് പ്രോസ്പെരിറ്റിയും തരണത്, ഭഗവാൻ തന്നെയാണ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും തരണത്, ഭഗവാൻ തന്നെയാണ് സ്പിരിച്വാലിറ്റിയും തരുന്നത്. ഇത് തമ്മിലുള്ള ഡിമാർക്കേഷൻ വളരെ നാരോ ആണ്. അതുപോലെ LMRKയിൽ ഒരിക്കലും ഇതിനെ രണ്ടായിട്ട് കാണുന്നില്ല, രജിജി ഒരിക്കലും രണ്ടായിട്ട് കാണുന്നില്ല. നമ്മുടെ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാൻ. നമ്മുടെ ഈ ലെവലിലെ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി നമുക്ക് വേണമല്ലോ, നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വേണ്ട, നമ്മുടെ ലെവലിൽ നിന്ന് പറയേണ്ടത്. വെറുതെ ഫ്രോഡായിട്ട് വലിയ സ്പിരിച്വൽ കാര്യങ്ങൾ പറയാൻ, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി വേണം, വെൽത്ത് വേണം, ഹെൽത്ത് വേണം, പ്രൊഫഷണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വേണം. ഇതൊക്കെ തരുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മെറ്റീരിയലിസം സ്പിരിച്വലിസം ഒരിക്കലും അല്ല, ഒരു മിസ്കൺസെപ്ഷനാണ്. അത് LMRKയുടെ രജിജി പറയുന്ന കാര്യത്തിന്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള വശത്താണ്. അദ്ദേഹം രണ്ടിനെയും ഒന്നായിട്ട് തന്നെ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ മെറ്റീരിയലിസ്റ്റ് ആണ് ആള്. ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതെ. സോ എനിവേ നമ്മളിവിടെ എത്തി. എന്തായാലും അത് വലിയൊരു ഭാഗ്യം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ വലിയ ഭാഗ്യം
നമ്മൾ ഈ യാത്രയിലും അനുഭവിച്ചതാണ്. അതെ, ഇവിടെ എത്തിച്ചു എന്നുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് ഇവിടെ എത്തണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം രജിജിയുടെ ക്യാപ്റ്റനിലൂടെ കുമരികാണ്ഡത്തിന്റെ എനർജി കൊണ്ട് തീർച്ചയായും കുമാരികാണ്ഡത്തിന്റെ റെപ്രസെന്റേഷൻ കുംഭമേളയിൽ വേണമെന്നുള്ളത് ഭഗവാൻ രജിജിയിലൂടെ പറയാണ്. അതിന്റെ സേന അതിന്റെ പാർട്ടായിട്ട് നമ്മളൊക്കെ അവിടെ വരികയാണ്. അതെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.